മഞ്ഞപ്പിത്തം കൂടുന്നു. ഈ വാർത്ത കണ്ടായിരുന്നു എല്ലാവരും. കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ടോ? എടുത്തല്ലോ ഡോക്ടറെ, ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്ന ഈ വാക്സിൻ എന്ന് പറയുന്നത്, പലരും പറയുന്ന 1.5, 2.5, 3 മാസത്തിലൊക്കെ എടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പറ്റിയാണ്. ഞാൻ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനെ പറ്റിയാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ് നമ്മുടെ മലിനമാക്കപ്പെട്ട ജലത്തിലും അതുപോലെ ഫുഡിലും ഒക്കെ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ തടയുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എന്ന് പറയുന്നതും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറയുന്നതും രണ്ടാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ് രക്തത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെതിരെയുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ആണ് ഫുഡിൽ കൂടെയുള്ള അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെതിരെയുള്ളത്. രണ്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് മഞ്ഞപ്പിത്തം തടയുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ആണ്. ഇത് 1 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും നൽകാവുന്നതാണ്. ഇത് തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും ഇപ്പോൾ വരുന്ന ചെറിയ രീതിയിലൊക്കെ അപകടാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. വീട്ടിൽ ആർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ, രോഗിയുമായിട്ട് എക്സ്പോഷർ ഉണ്ടായി 14 ദിവസത്തിനുള്ളിൽ വാക്സിൻ എടുക്കുകയാണെങ്കിൽ രോഗം വരാതിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് രോഗത്തിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും. ഈ വാക്സിൻ ഒറ്റ ഡോസുള്ള വാക്സിനും ഉണ്ട്, 2 ഡോസുള്ള വാക്സിനും ഉണ്ട്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എന്ന് പറയുന്നത് എടുക്കേണ്ട വാക്സിൻ തന്നെയാണ്.